ഓക്കെ, അപ്പൊ നമ്മൾ വായുവിൽ കൂടി പകരുന്ന രോഗങ്ങൾ പഠിച്ചു. മനസ്സിലായി? എല്ലാവർക്കും വായുവിൽ കൂടി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇനിയിപ്പൊ നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് നമുക്ക് നോക്കാം ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. എന്താ? വെള്ളത്തിൽ കൂടെയും ജലത്തിൽ കൂടെയും ആഹാരത്തിൽ കൂടെയും പകരുന്ന രോഗങ്ങൾ. അപ്പൊ ഈ ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫുഡ് കഴിക്കുന്നത്, നമ്മൾ വെള്ളം കുടിക്കുന്ന വഴി നമുക്ക് അസുഖം ഉണ്ടാവുമോ? നമ്മള് നല്ല വൃത്തിയുള്ള അടച്ചു സൂക്ഷിച്ച ആഹാരം കഴിക്കുന്നത് വഴിയോ തിളപ്പിച്ചാറിയ നല്ല ശുദ്ധജലം കുടിക്കുന്നത് വഴിയോ എന്ത് പറ്റില്ല? നമുക്ക് അസുഖം വരത്തില്ല. പിന്നെ എങ്ങനെ നമുക്ക് അസുഖം വരുന്നേ? ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. അതായത് മലിനമായ ജലത്തിൽ കൂടെയോ ഭക്ഷണത്തിൽ കൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് അസുഖം വരുള്ളൂ. അതാണ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ്. അതുപോലെ തന്നെ വാട്ടർ എന്താ? കണ്ടാമിനേറ്റഡ് വാട്ടർ, മലിനമായ ജലം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. മനസ്സിലായോ? പൈപ്പ് വാട്ടറൊക്കെ നോർമലായിട്ട് എടുത്ത് കുടിക്കാതിരിക്കുക. അതുപോലെ ചെളിവെള്ളത്തിൽ ചവിട്ടാതിരിക്കുക. നമ്മുടെ ചെരുപ്പ് ഓക്കെ, ചെരുപ്പ് ഉപയോഗിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ചെളിവെള്ളത്തിൽ കളിക്കുന്നെങ്കിൽ ചെരുപ്പ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് മാത്രം നിങ്ങൾ ചെളിയിൽ ചവിട്ടുക, ചെളിവെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുക. മനസ്സിലായല്ലേ? ചെരുപ്പില്ലാത്ത കാല് വെച്ചിട്ട് നിങ്ങൾ ചെളിവെള്ളത്തിൽ ചവിട്ടാതിരിക്കുക. എന്താ സംഭവിക്കുക? അങ്ങനെ ചവിട്ടിയാൽ തന്നെ ആ ചെളിവെള്ളത്തിൽ ഉണ്ടായിരുന്ന രോഗാണു എന്ത് ചെയ്യും? നിങ്ങളുടെ ശരീരത്തിൽ കയറിയിട്ട് നിങ്ങൾക്ക് അസുഖം വരുന്നു. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വെള്ളം എന്ത് ചെയ്യാൻ? നല്ല തിളപ്പിച്ചാറിയ ശുദ്ധമായ ജലം കുടിക്കുക. മനസ്സിലായോ? മലിനമായ ഭക്ഷണത്തിൽ കൂടിയും ജലത്തിൽ കൂടിയും നമുക്ക് അസുഖം വരരുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ നന്നായി വേവിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ ഈ ഹാഫ് ബോയിൽഡ് ഫുഡ് എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനൊന്നും നമ്മൾ കഴിക്കാതെ നന്നായിട്ട് വേവിച്ച് എന്ത് ചെയ്യുക? നമ്മൾ അടച്ച് മൂടി സൂക്ഷിച്ചു വെക്കുക. അടച്ച് സൂക്ഷിച്ചു വെക്കുന്ന ആഹാരം മാത്രം കഴിക്കുക. തുറന്നു വച്ചിരിക്കുന്ന ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ജലമായാലും വെള്ളമായാലും എന്ത് ചെയ്യുക? തിളപ്പിച്ചാറിയ ശുദ്ധജലം കുടിക്കുക. മനസ്സിലായില്ലേ? ചെളിവെള്ളത്തിൽ അധികം നേരം നമ്മുടെ കയ്യോ കാലോ വെച്ചിരുന്ന് കളിക്കുകയോ അതുമായിട്ട് അധിക നേരം മലിനമായ ജലത്തിൽ സമ്പർക്കം വരാതിരിക്കുക. മനസ്സിലായോ? ഓക്കെ. പിന്നെ ഈ മലിനമായ ജലത്തിൽ കൂടെയും മലിനമായ ആഹാരവും ഒക്കെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വഴി നമുക്ക് ഉണ്ടാവുന്ന 1-2 രോഗങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം. ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് കോളറ. എന്താ അതിന്റെ പേര്? കോളറ. പിന്നെ ഒന്ന് ടൈഫോയിഡ്. എന്താ അതിന്റെ പേര്? ടൈഫോയിഡ്. ഓക്കെ, ടൈഫോയിഡും കോളറയുമാണ് എന്തിന്റെ എക്സാമ്പിളുകൾ, എന്തിന്റെ ഉദാഹരണങ്ങൾ? മലിനമായ ജലവും ആഹാരവും നമ്മൾ കഴിക്കുന്നത് വഴി നമുക്ക് വരുന്ന രോഗങ്ങളാണ് ടൈഫോയിഡും കോളറയും. ഓക്കെ, ഇനി ടൈഫോയിഡും കോളറ എന്താണെന്നൊക്കെ അറിയാവോ? ഈ കോളറ എന്ന് വെച്ചാൽ നമുക്ക് അമിതമായിട്ടുണ്ടാകുന്ന വയറുവേദന, വയറിളക്കമൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാ? കോളറയുടെ ലക്ഷണങ്ങളാ. മനസ്സിലായില്ലേ? അപ്പോ എന്താ സംഭവിക്കുന്നത്? അമിതമായിട്ട് നമ്മൾ വയറിളകുന്നു, വയറുവേദന എടുക്കുന്നു, ഛർദ്ദിക്കുന്നു. ഇതൊക്കെ വഴി നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിലുള്ള ജലം നമ്മൾ വയറിളകുന്നത് വഴിയും നമ്മൾ ഛർദ്ദിക്കുന്നത് വഴിയും നമ്മുടെ ശരീരത്തിലുള്ള ജലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിന് നിർജ്ജലീകരണം സംഭവിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ ജലം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും. മനസ്സിലായില്ലേ? നമ്മുടെ ശരീരത്തിന് ജലം ഇല്ലാതെ നമ്മുടെ ശരീരം വലിഞ്ഞു മുറുകുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. ORS ലായനി പോലുള്ള ലായനികൾ കുടിക്കുക, കരിക്കും വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, നല്ല റെസ്റ്റ് എടുക്കുക. മനസ്സിലായില്ലേ? പാനീയ പദാർത്ഥങ്ങൾ കഴിക്കുക, റെസ്റ്റ് എടുക്കുക. എന്നിട്ട് മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വീട്ടിൽ തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ ഒത്തിരി അസുഖം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥ ആവുകയാണ് എന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം. മനസ്സിലായോ? അതുപോലെ നെക്സ്റ്റ് രോഗമാണ് ടൈഫോയിഡ്. എന്താ നെക്സ്റ്റ് രോഗത്തിന്റെ പേര്? ടൈഫോയിഡ്. ഇത് നമ്മുടെ ശരീരത്തിലെ കുടലിനെ ബാധിക്കുന്ന രോഗം. എന്തിനെ ബാധിക്കുന്ന? ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നു, കുടൽ എന്താണെന്ന് പറഞ്ഞു തന്നു ഇല്ലേ? 2 തരത്തിലുള്ള കുടലുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പിന്നൊന്ന് വൻകുടൽ അഥവാ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അങ്ങനെ 2 കുടലുണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ നമ്മുടെ ചെറുകുടലിനെയോ വൻകുടലിനെയോ ഓക്കെ, അങ്ങനെ കുടലിനെ ബാധിക്കുന്ന രോഗമാണ് എന്താ? ടൈഫോയിഡ്. ഓക്കെ, ഈ രോഗത്തിന് നമുക്ക് പനി ഉണ്ടാവും. അതിൻ്റെ ഒരു ലക്ഷണമാണ് പനി. മനസ്സിലായോ? ടൈഫോയിഡ് രോഗത്തിന്റെ ലക്ഷണം പനിയാണ്. അപ്പൊ നമ്മൾ ഈ ടൈഫോയിഡ് ആയിക്കോട്ടെ കോളറ ആയിക്കോട്ടെ എങ്ങനെ ഉണ്ടാവുന്നത് മനസ്സിലായേ? ഇനി ഒരെണ്ണം കൂടിയുണ്ട്, അതാണ് ത്രൂ സോയിൽ. എന്താ പറഞ്ഞേ? ത്രൂ സോയിൽ, അതായത് മണ്ണിൽ കൂടി പകരുന്ന രോഗം. മനസ്സിലായോ? മണ്ണ് വഴി പകരുന്ന രോഗം. മണ്ണ് വഴി നമുക്ക് എങ്ങനെ രോഗം പകരും? പറഞ്ഞേ. മണ്ണ് വഴി നമ്മൾ മണ്ണിൽ കളിക്കുന്നു അല്ലെ? നമ്മൾ കുട്ടികൾ, നിങ്ങൾ കുട്ടികൾ, നമ്മളല്ല, നിങ്ങൾ കുട്ടികൾ മണ്ണിലും നമ്മുടെ പുറത്തിറങ്ങി കളിച്ച് തന്നെയാണ് നിങ്ങൾ വളരേണ്ടത്. അങ്ങനെ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ പോയി മണ്ണിൽ കളിക്കുന്നു, കളിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച്
വൃത്തിക്ക് നിങ്ങളുടെ കൈയും കാലും കഴുകിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ മണ്ണിൽ നിറയെ എന്തുണ്ട്? ബാക്ടീരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മ ജീവികളുണ്ട്. അപകടകാരി ആയതുകൊണ്ട്, അപകടകാരി അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ അപകടകാരിയായ സൂക്ഷ്മ ജീവികൾ നമ്മുടെ ശരീരം, നമ്മുടെ കയ്യിലോ കാലിലോ നമ്മുടെ നഖത്തിന്റെ ഇടയിലോ ഒക്കെ ഇരുന്നു എന്ന് വെക്കട്ടെ. എന്ത് സംഭവിക്കും? നമ്മൾ കയ്യും കാലും ഒന്നും വൃത്തിക്ക് കഴുകിയില്ല എന്നിരിക്കട്ടെ, ആ സമയത്ത് നമ്മൾ ആ കൈ ഉപയോഗിച്ച് ആഹാരം കഴിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ സൂക്ഷ്മജീവി എവിടെ പോവും? നമ്മുടെ വയറ്റിൽ പോവും. വയറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും? നമുക്ക് അസുഖം ഉണ്ടാകും. മനസ്സിലായോ? എങ്ങനെ അസുഖം? മണ്ണിൽ പോയി കളിച്ചാൽ, അല്ലെങ്കിൽ മണ്ണുമായിട്ട് സമ്പർക്കം വന്നാൽ എങ്ങനെ അസുഖം വരുമെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മണ്ണുമായിട്ട് സമ്പർക്കം വന്നാൽ നമുക്ക് അസുഖം വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞു? വൃത്തിക്ക് മണ്ണുമായിട്ട് സമ്പർക്കത്തിൽ ആയിട്ട് വന്നാലോ, അല്ലെങ്കിൽ മണ്ണിൽ കളിച്ചിട്ട് വന്നാലോ, വൃത്തിക്ക് സോപ്പ് ഉപയോഗിച്ച് കൈയും കാലും നമ്മൾ കഴുകുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു, പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വത്തിലുള്ള ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു. എന്താ? നമ്മുടെ നഖം വെട്ടുക. നമ്മുടെ കൈവിരലുകളുടെയും കാൽവിരലുകളുടെയും, അതായത് ഫിംഗേഴ്സിന്റെയും ടോസിന്റെയും നഖം നമ്മൾ റെഗുലർലി വൺസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യും? നഖം വെട്ടുക എന്ന് നമ്മൾ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോഴെന്താ ചെയ്യാ? നമ്മുടെ നഖത്തിന്റെ ഇടയിൽ വന്നിരിക്കുന്ന അഴുക്കുകളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ നഖം വെച്ചിരുന്നാൽ മാത്രമല്ല അതിന്റെ ഇടയിൽ അഴുക്ക് വന്നിരിക്കില്ല എന്നുണ്ടെങ്കിൽ ഇരിക്കത്തില്ല. അപ്പോ അങ്ങനെ അഴുക്കുകളൊക്കെ എന്ത് ചെയ്യും? മാറിപ്പോകും. മനസ്സിലായോ? അങ്ങനെയാണ് മണ്ണിൽ കൂടി നമുക്ക് അസുഖം വരുന്നത്. ഇനിയിപ്പോ ഈ മണ്ണിൽ കൂടി നമുക്ക് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? മണ്ണിൽ കൂടി നമുക്ക് വരുന്ന അസുഖങ്ങൾ, ഒന്ന് ടെറ്റനസ്. എന്താ? ടെറ്റനസ്. പിന്നെ 2 വേം ഡിസീസ്. എന്താ? വേം ഡിസീസിനെ കുറിച്ച് നിങ്ങൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു തരാം എന്താണ്. അതായത് നമ്മൾ വിരശല്യം അഥവാ കൃമിശല്യം എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ വയറ്റിന് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന നമ്മുടെ മോഷനിൽ കൂടെ പോകുന്ന ഒരു വെളുത്ത കളറിലെ കൃമിയാണ്. അത് നമ്മുടെ വയറ്റിൽ തന്നെ ഉണ്ടാകുന്ന കൃമിയാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഈ കൃമി ഉണ്ടാകുന്നതെന്ന് അറിയോ? നമ്മൾ ഈ മണ്ണ് കളിച്ചിട്ട് വരുമ്പോൾ നമ്മൾ ഈ മണ്ണ് നമ്മുടെ വയറ്റിൽ എത്തുന്നത് കൊണ്ടാണ് ഈ കൃമി കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. കൃമിശല്യം അഥവാ വിരശല്യം എന്നൊക്കെ നമ്മൾ പറയും. നമ്മളതിന് 6 മാസത്തിൽ ഒരിക്കൽ വെച്ച് ഈ വിരയെ നമ്മുടെ വയറ്റിൽ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. ആൽബൻഡസോൾ എന്ന് പറയുന്ന ഒരു ഗുളിക നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 മാസത്തിൽ ഒരിക്കൽ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് സെന്റർ വഴിയൊക്കെ തരുന്നുണ്ട്. കുട്ടികളും വലിയവരും എല്ലാവരും ഇത് കഴിച്ചിരിക്കണം. 6 മാസത്തിലൊരിക്കൽ നമ്മുടെ ശരീരത്തിലെ വിരയെ നമ്മൾ നീക്കം ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോ മണ്ണ് വഴി നമുക്കുണ്ടാവുന്ന അസുഖം ഏതൊക്കെയാന്ന് പറഞ്ഞു? വേം ഡിസീസ് പറഞ്ഞു. പിന്നൊന്ന് ടെറ്റനസ്. മനസ്സിലായില്ലേ? അപ്പൊ ടെറ്റനസ് എങ്ങനെയാ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു? നമ്മൾ ഈ മണ്ണിൽ കളിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ക്ലോസ്ട്രിഡിയം ടെറ്റനൈ, മനസ്സിലായില്ലേ? ക്ലോസ്ട്രിഡിയം ടെറ്റനൈ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ആണ് ടെറ്റനസ് വന്ന രോഗത്തിന് കാരണം. മനസ്സിലായി? ടെറ്റനസ് വന്ന രോഗം എങ്ങനെ നമുക്ക് വരുന്നത്? ക്ലോസ്ട്രിഡിയം ടെറ്റനൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കാരണം. ഇനി ഇത് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന അറിയോ? നമ്മളിപ്പോൾ മണ്ണിലോ ചെടിയിലോ കളിക്കുമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടായി എന്ന് വെച്ചു. എപ്പോഴോ ഒന്നുകിൽ നേരത്തെ ഉണ്ടായിരുന്ന മുറിവ്, അല്ലെങ്കിൽ അന്നേരം നമ്മൾ കളിക്കുന്ന സമയത്ത് വന്ന മുറിവ്. ആ മുറിവിൽ കൂടി എന്ത് ചെയ്യും? ഈ ക്ലോസ്ട്രിഡിയം ടെറ്റനൈ എന്ന് പറയുന്ന മണ്ണിൽ കാണുന്ന ബാക്ടീരിയ എവിടെ വരും? ആ മുറിവിൽ കൂടി നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും. നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് നമ്മുടെ രക്തവുമായിട്ട് കലർന്ന് എന്ത് ചെയ്യും? നമുക്ക് ടെറ്റനസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ കൂടി നമുക്ക് വരും. നമ്മുടെ ആണിയില്ലേ, ഇരുമ്പ് ആണിയൊക്കെ, തുരുമ്പിച്ച ആണിയുണ്ട്, തുരുമ്പെടുത്ത ആണി, തുരുമ്പെടുത്ത ഇരുമ്പ്, അതൊക്കെ ഉണ്ട്. അതൊക്കെ വഴി നമ്മുടെ ശരീരം മുറിഞ്ഞു എന്ന് വെച്ചോ. അതൊക്കെ വഴി നമ്മുടെ ശരീരം മുറിഞ്ഞാലും നമുക്ക് എന്ത് സംഭവിക്കും? ഈ ടെറ്റനസ് എന്ന് പറഞ്ഞ രോഗം നമുക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് ടെറ്റനസ് വന്ന രോഗം വരുത്തുന്ന ബാക്ടീരിയ ഏതാണെന്നാ പറഞ്ഞത്? ക്ലോസ്ട്രിഡിയം ടെറ്റനൈ. ഏതാ ജീവിയുടെ പേര്? ടെറ്റനസ്, ക്ലോസ്ട്രിഡിയം ടെറ്റനൈ. ഇനി ഇതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. എന്താണെന്ന് അറിയോ? ഈ ടെറ്റനസ് വന്ന രോഗം നമുക്ക് വന്നു നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ലക്ഷണങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഈ താടിയല്ലില്ലേ, നിങ്ങൾക്കറിയാവോ? ഈ 2 സൈഡിലും കാണപ്പെടുന്ന ഈ താടിയല്ല്, ജോസ് എന്നൊക്കെ നമ്മൾ താടിയല്ല്, അല്ലെങ്കിൽ ഈ ഭാഗത്തെ ജോയിന്റ് നമ്മൾ ജോസ് എന്നൊക്കെ പറയും. അതെന്ത് ചെയ്യുന്ന അറിയോ? അത് സ്റ്റക്കായിരിക്കും. അതായത് അത് നമുക്ക് അനക്കാൻ പറ്റാതെ വരും. നമ്മളിങ്ങനെ തുറന്നിരിക്കുവാണെങ്കിൽ അങ്ങനെ തുറന്നങ്ങിരിക്കും. അടച്ചു വെക്കുവാണെങ്കിൽ ചിലപ്പം തുറക്കാൻ പറ്റാതെ വരും. തുറന്നിരുന്നാൽ ചിലപ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റാതെ വരും. അങ്ങനെ അവിടുത്തെ പേശികൾ വലിഞ്ഞു മുറുകി നമുക്ക് ഭയങ്കര വേദനയായിരിക്കും. ലോക്ജാ ഡിസീസ് എന്നും ഇതിനെ പറയുന്നുണ്ട്. ലോക്ജാ ഡിസീസ് അഥവാ ടെറ്റനസ്. എന്താ കാര്യം? നമ്മുടെ ഇവിടുത്തെ ഈ ഈ ജോയിന്റുകൾ എന്ത് ചെയ്യും? നമുക്ക് അനക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ തുറക്കാനോ അടയ്ക്കാനോ പറ്റാത്ത അവസ്ഥയാവും ചിലപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ലോക്ജാ ഡിസീസ് പറയുന്നത്. ലോക്കായി പോകുന്നു. മനസ്സിലായില്ലേ?
ഇവിടുത്തെ പേശികളുണ്ടല്ലോ, നമ്മുടെ അവിടുത്തെ പേശികൾ നല്ല വേദനയായിരിക്കും, നമുക്ക് തുറക്കാനോ അടയ്ക്കാനോ പറ്റാത്തൊരവസ്ഥയും വരും. മനസ്സിലായോ? പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പേശിയും, ഈ പേശികൾ മാത്രമല്ല ശരീരത്തിലെ ഉള്ള ബാക്കി പേശികൾക്ക്, മസിൽസ് നമ്മൾ പറയത്തില്ലേ, ആ പേശികൾക്കും എന്ത് ചെയ്യും, നമുക്ക് വേദന ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് എന്തിന്റെ ലക്ഷണം? ടെറ്റനസ് എന്ന് പറഞ്ഞ രോഗത്തിന്റെ ലക്ഷണമാണ് എന്താ പറഞ്ഞത്? നമ്മുടെ ജോസ് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ലോക്ക് ജാ ഡിസീസ് എന്ന് അറിയപ്പെടുന്ന രോഗം. അപ്പോൾ ഏതാ? ടെറ്റനസ്. ലോക്ക് ജാ ഡിസീസ് ഏതാ? ടെറ്റനസ്.